ഹലോ ഗൈസ്, ഇന്നത്തെ ഹെയർ കെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡാൻഡ്രഫിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അതിനെന്തെല്ലാം വേണ്ടതെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ആര്യവേപ്പ്, പിന്നെന്താ, നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുണ്ടാകുന്നതാണ് ആര്യവേപ്പ്. അത് പിന്നെ ചെമ്പരത്തിയുടെ ഇല, കറ്റാർ വാഴ, പിന്നെ നമുക്ക് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, താരൻ നമ്മുടെ തലയിലുണ്ടാകുന്ന ഒരു തരം എന്താ പറയുക അറിയാമല്ലോ അതെന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് നല്ലോണം ഗുണം കിട്ടിയ ഒരു റെമഡിയാണ് ഇത്. നിങ്ങൾക്ക് കൂടി നല്ല ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ കറ്റാർ വാഴ, പിന്നെ ചെമ്പരത്തിയുടെ ഇല, പിന്നെ സവാള, ചെറിയ ഉള്ളിയാണെങ്കിലും കൊള്ളാം, ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം ഇടുക, സവാളയാണെങ്കിൽ പകുതി സവാള ഇടുക. പിന്നെ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമ്മൾ അങ്ങനെ തലയ്ക്ക് തേച്ച് വിടല്ലേ, നമ്മൾ ഒരു തുണി കൊണ്ട് അരച്ചിട്ട് അതിൻ്റെ കുഴമ്പ് രൂപത്തിലോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് അരച്ച് വെച്ചിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലിനും താരനും മുടിക്കൊഴിച്ചിലിനും എല്ലാം പറ്റിയതാണ് ഈ ഉള്ളിയുടെ നീരൊക്കെ എടുത്ത് നമ്മൾ തലയിലിടുന്നതും. പിന്നെ വേപ്പിൻ്റെ ഇലയും നമ്മളെ കറ്റാർ വാഴ, കറ്റാർ വാഴയ്ക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് നല്ലോണം ഗുണം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇത് ഒരു പ്രാവശ്യം ചെയ്താലൊന്നുമല്ല, ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്യാം. ഇത് ഞാൻ എൻ്റെ മോളുടെ തലയിൽ ഒരുപാട് താരനുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. ഇങ്ങനെ നമ്മൾ തല ഇങ്ങനെ ചീകി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനായിട്ട് കാണിച്ച് ഞാൻ ഒരുപാട് ഷാമ്പു മാറി ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തത്. പക്ഷേ അപ്പോഴത്തേക്ക് പോവും, പിന്നെ വീണ്ടും വരും. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. പക്ഷേ അതിലും കുറച്ചുകൂടി അത് ഞാൻ ചെയ്ത് നോക്കി. പക്ഷെ അത് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഗുണം കിട്ടി. പിന്നെ അതിലെന്തോ ഒരു ഇവർക്ക് തലയിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയാണ് ഞാൻ ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് 2 പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ചൊറിച്ചിലും മാറി. താരന് പെട്ടെന്ന് മാറുന്നൊന്നല്ല പറയുക, ഞാൻ ആദ്യത്തെ യൂസിലൊന്നും മാറുന്നൊന്നല്ല, എന്നാലും സാവധാനം അത് 2 ആഴ്ച ഒരു 2-3 ആഴ്ച ഇട്ട് കഴിയുമ്പോഴും നല്ലതായിട്ട് ഒരു മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ മോളുടെ തല ഞാൻ കാണിച്ചു തരാവേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നോ അറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ടേ അത് ശരിക്കും കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. ഇത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വെച്ചാൽ ഇത് ആദ്യമായിട്ടല്ല, ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷമുള്ളതാണ്. ആദ്യം കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞ് സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ചെറിഞ്ഞ് കിട്ടിയാൽ കുറച്ചേ കാണും, ഇല്ലെങ്കിൽ മൊത്തം കാണും, വെളുത്തിട്ട് കാണുമായിരുന്നു ചീകിക്കഴിഞ്ഞ് അതിന് മുകളിലൂടി. പക്ഷേ ഇപ്പോൾ നമുക്ക് തലയ്ക്ക് ഇച്ചിരി ഇതിപ്പോൾ കാണുന്നു, ഇത് ചെറിയതായിട്ട് കാണുന്നുള്ളൂ. ഇത് കണ്ടോ, കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കി, ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെറുതെ ഒരു വീഡിയോ പറഞ്ഞിട്ട് കൊടുക്കുകയല്ല, നമ്മൾ ചെയ്ത് അതിൽ നമുക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞ് ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരുപാട് പേര് താരൻ കാരണം മുടി കൊഴിച്ചിലും മുടിക്ക് നീളമില്ലാണ്ടിരിക്കുകയും ഉള്ളില്ലാണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയൊക്കെ ഞാനിത് അറിയാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന് വെച്ചിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അറിയാമല്ലോ, കുറച്ച് മുടിയിൽ ശ്രദ്ധയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഷാമ്പുവിനേക്കാളും സോപ്പിനേക്കാളും ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണിത്. അതുകൊണ്ട് ഈ സ്കാൽപ്പിൽ ഇതിപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ മുടിയിലൊന്നും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല പോലെ ആ താരനുള്ള സ്ഥലത്തൊക്കെ ഒന്നിങ്ങനെ
എന്താ പറയുക, ഒരു ചൊറിഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് അവിടെ നല്ലോണം ഇട്ട് കൊടുത്ത് സ്കാൽപ്പിൽ മൊത്തം ആവുന്ന പോലെ ഇട്ട് കൊടുക്കുക. മുടിയിൽ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, പക്ഷെ സ്കാൽപ്പിൽ ഇടുമ്പോൾ തന്നെ അത് മുടിയിലേക്ക് കൂടി ആയിക്കോളും. എല്ലാം നല്ല പോലെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മുടി കെട്ടി കൊടുക്കുക. പിന്നെ ഒരു 2 മണിക്കൂറോ മാക്സിമം ഒരു 2 മണിക്കൂർ വെച്ചിട്ട് അതൊന്ന് നല്ല പച്ചവെള്ളത്തിൽ നല്ലപോലെ വെള്ളം യൂസ് ചെയ്യണേ. നല്ലപോലെ വെള്ളം യൂസ് ചെയ്തിട്ട് അതൊന്ന് കഴുകിക്കളഞ്ഞിട്ട് മുടി നല്ല പോലെ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയെ നല്ല പോലെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നനഞ്ഞ മുടി കെട്ടി വെക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.